ചുവന്ന രക്താണുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അയൺ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിന്റെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാകും. നമ്മുടെ സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ഈ ഹീമോഗ്ലോബിൻ ഉള്ളത്. അതായത് ചുവന്ന രക്താണുക്കളിലൂടെ നമ്മുടെ രക്തത്തിൽ ഉള്ള ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എടുക്കുകയും അതുപോലെ തന്നെ സെല്ലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്ത് ആ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഹീമോഗ്ലോബിനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ സെല്ലുകൾക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവാണ് കുറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ രോഗങ്ങളിലും നമ്മൾ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പനി വന്ന് ക്ഷീണം വന്നാൽ പോലും ആദ്യം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ അളവാണ്. അതുകൊണ്ട് തന്നെ ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രോട്ടീനാണ് അയൺ എന്ന് പറയുന്നത്. പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് നമ്മൾ ഈന്തപ്പഴം കഴിക്കുക, അല്ലെങ്കിൽ അനാറ്, അതുപോലെ അയൺ കണ്ടന്റ് ധാരാളമായിട്ടുള്ള പഴങ്ങൾ ക്ഷീണം വരുമ്പോൾ കഴിക്കുന്നത് ഇതുകൊണ്ടാണ്, നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ വേണ്ടിയാണ്. ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ തീർച്ചയായിട്ടും അനീമിയ എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള അനീമിയാസ് ഉണ്ട്. ഏത് കണ്ടന്റ് ആണ് നമ്മുടെ ബോഡിയിൽ കുറയുന്നത്? അയൺ കണ്ടന്റ് കുറയുമ്പോൾ വരുന്ന അനീമിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ അയൺ അബ്സോർപ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുന്ന അനീമിയാസ് ഉണ്ട്. പലതരത്തിലുള്ള അനീമിയാസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്.